ശരി, നമ്മളിനി വീണ്ടും ചണ്ഡീഗഡിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് കേൾക്കുന്ന വാർത്ത CPIയിൽ രാജഭരണം തുടരുമെന്നതാണ്. എന്ന് വെച്ചാൽ CPI ജനറൽ സെക്രട്ടറിയായി D രാജ തന്നെ തുടരും. കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം K നാരായണയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. പ്രായപരിധിയിൽ D രാജയ്ക്ക് മാത്രം ഇളവ് നൽകാൻ ഇന്നലെ രാത്രി ചേർന്ന നിർവാഹക സമിതി തീരുമാനിച്ചു. ഇന്ന് ഉച്ചയോടെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. പാർട്ടി കോൺഗ്രസ് ആരെയും സന്തോഷിപ്പിക്കാനോ ലക്ഷ്യമിടാനോ ഉള്ളതല്ലെന്ന് ആനി രാജ പ്രതികരിച്ചു. Unanimously, only one person exempted, that is Raja. Remaining all, including me, got down. Tomorrow morning at 3, again council is there. Then all representatives from states. Not at this, only exemption for Raja. That means automatically he will become General Secretary. Again, my executive, the council will form tomorrow. Tomorrow afternoon it will be known. ഞങ്ങളുടെ ഭരണഘടനയിലോ അല്ലെങ്കിൽ അതുപോലെ ഞങ്ങളുടെ പൊളിറ്റിക്കൽ റെസൊല്യൂഷനിലോ ഉള്ള എല്ലാ മുഴുവൻ കാര്യങ്ങളും കഴിഞ്ഞ ഈ 4 ദിവസങ്ങളിലായി ചർച്ച ചെയ്ത് വരുവാണ്. സ്വാഭാവികമാണത്. ഒരു സമ്മേളനം എന്ന് പറഞ്ഞാൽ ആരെയെങ്കിലും സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നുമുള്ളതല്ല സാർ. ഇത്തരത്തിലുള്ള ഒരു വിശകലനം നടത്തുകയും റിവ്യൂ നടത്തുകയും അതിനുശേഷം അതിൻ്റെയൊക്കെ ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അടുത്ത 3 വർഷക്കാലത്തുള്ള സമരപരിപാടികൾക്ക് രൂപം കൊടുക്കുകയും അതിനെ നയിക്കുന്നതിനുള്ള ഒരു ലീഡർഷിപ്പിനെ തിരഞ്ഞെടുക്കുക. അതിൻ്റെ ഇടയിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരും. അതില്ലാതെ പിന്നെ എന്ത് കോൺഗ്രസ്? തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, കേരളം ഉൾപ്പെടെയുള്ള ചില ഘടകങ്ങൾ ഈ പ്രായപരിധി മറികടന്ന് രാജ തുടരുന്നതിന് എതിർത്തിരുന്നു. പക്ഷേ രാജ തന്നെ ആ പ്രായപരിധിക്ക് മറികടന്ന് വീണ്ടും തുടരുമെന്ന് പറയുമ്പോൾ ഏകകണ്ഠമായ ഒരു അഭിപ്രായത്തിലേക്ക് എത്തുകയായിരുന്നു. അജിൽസി, ഇന്നലെ 4 മണിക്കൂർ നീണ്ടുനിന്ന നിർവാഹക സമിതി യോഗമായിരുന്നു പാർട്ടി കോൺഗ്രസ് വേദിയിൽ ചേർന്നത്. 1 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാകുമെന്ന് വിചാരിച്ച യോഗം 4 മണിക്കൂറോളം നീണ്ടുപോയിരുന്നു. അർദ്ധരാത്രിയോളം ഈ യോഗം തീരുകയും അതിന് ശേഷമായിരുന്നു ഇതിലൊരു തീരുമാനം പുറത്തു വന്നത്. ഈ ആരായിരിക്കണം അടുത്ത ജനറൽ സെക്രട്ടറി എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദമായ ചർച്ച ഈ യോഗത്തിൽ നടന്നു. ആ സമയത്ത് D രാജ കുറച്ച് വൈകാരികമായി ആ വേദിയിൽ സംസാരിച്ചുവെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം ഇന്ത്യ സഖ്യവുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് താൻ. പ്രതിപക്ഷ പാർട്ടികളുമായി നല്ല സൗഹൃദവും അടുപ്പവും കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. വരുന്ന തെരഞ്ഞെടുപ്പുകളെ ഇനിയിപ്പോൾ നേരിടേണ്ടതുണ്ട്. അതുകൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എന്റെ അത്തരത്തിലുള്ള മുൻപരിചയങ്ങളും അതോടൊപ്പം തന്നെ ഈ ബന്ധങ്ങളും ഉപയോഗപ്പെടുത്തിക്കൂടെ എന്നുള്ളൊരു ചോദ്യമായിരുന്നു D രാജ ആ യോഗത്തിൽ ചോദിച്ചത്. അതിനുശേഷമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പ്രായപരിധിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് നൽകണമോ വേണ്ടയോ എന്നുള്ളൊരു ചർച്ചയിലേക്ക് കടന്നത്. അപ്പോഴായിരുന്നു D രാജയ്ക്ക് മാത്രം ഇളവ് നൽകാം എന്നുള്ളൊരു സമവായത്തിലേക്ക്, ഒരു ധാരണയിലേക്ക് ഇന്നലെ നടന്ന ആ യോഗം ചേർന്നത്. അതിനുശേഷം ഇന്നിപ്പോൾ ഇന്ന് രാവിലെയും കൗൺസിൽ യോഗം ചേരുകയാണ്. ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്നലെ യോഗത്തിൽ പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് അംഗമായ നാരായണയാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞത്. രാജ്യക്ക് മാത്രം ഒരു ഇളവ് നൽകുന്നു. ബാക്കി പ്രായപരിധി 75 പ്രായപരിധി വെച്ചതുകൊണ്ട് തന്നെ 75 കടന്ന ആളുകൾക്ക് എല്ലാവരും അതിൽ നിന്ന് പിന്മാറും എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. രാവിലെ ആനി രാജയോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും ഉച്ചവരെ കാത്തിരിക്കുക, ഉച്ചയ്ക്ക് ശേഷം അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ആനി രാജ പ്രതികരിച്ചത്. ആരെയും സന്തോഷിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ വേണ്ടിയൊന്നുമല്ല പാർട്ടി കോൺഗ്രസ് ചേരുന്നത്. തങ്ങളുടെ അടുത്ത 3 വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനം ഏത് രീതിയിലാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് പാർട്ടി കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യം. അതിന്റെ അവസാന ദിവസത്തെ അജണ്ടയാണ് തെരഞ്ഞെടുപ്പ്, മറ്റുള്ള കാര്യങ്ങളും. അതുകൊണ്ട് ഇന്ന് ഉച്ചയോടുകൂടി ഇതിന്റെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാകും. അതിനുശേഷം മാധ്യമങ്ങളെ തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കുമെന്ന് കൂടി ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ അമർജിത് കൗറിന്റെ പേരുകൾ ഉൾപ്പെടെ കേട്ടിരുന്നു. എന്നാൽ അവസാന വട്ടം അമർജിത് കൗർ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സമ്മതം അറിയിച്ചില്ല എന്നാണ് ലഭിക്കുന്ന വിവരം.